ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു ഫംഗ്ഷന് പോവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവും. ചേച്ചിയുടെ ഗസ്റ്റ് ആയിരുന്നു. എനിക്ക് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ ന്യൂ ഇയറിനായിരുന്നു. അന്നേരം കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വ്ളോഗല്ല, ഇന്ന് ഞാനൊരു ഫംഗ്ഷന് പോവാണ്, ഒരു ഇനാഗ്രേഷന് പോവാണ്. അപ്പം അത് ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പം കോട്ടയം കുറിച്ചിയിലുള്ള ഒരു ബിയോണ്ട് ലുക്സ് മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം മേക്കപ്പും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവും. വഴിയെ ബാക്കി വിശേഷങ്ങളും അവിടുത്തെ ഫംഗ്ഷനൊക്കെ നിങ്ങളിലേക്ക് കാണിക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു ഷോപ്പ് ഇങ്ങനെ വരുന്നത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട എൻ്റെ ശ്രീമോള് ചേച്ചിയാണ് നിൽക്കുന്നത്. ചേച്ചിയുടെ ഒരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ വെഡ്ഡിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ആ വെഡ്ഡിങ് ദിവസം ഞാൻ ഏറ്റവും ലാസ്റ്റ് കോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് എൻ്റെ 3 സാരി സെക്ഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്തു തന്നൊരു ചേച്ചിയാണ്. അപ്പം വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചേച്ചിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലെ സുന്ദരമായ സുന്ദരികളാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചേച്ചിയുടെ ഈ ഒരു ഷോപ്പിലേക്ക് വരാമെന്ന് ഞാൻ ഉറപ്പ് തരാണ്. കാരണം എനിക്ക് അത്രത്തോളം അറിയാവുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി നമ്മുടെ കേരളം അങ്ങോളം ഇങ്ങോളം ചേച്ചിക്ക് ഇതുപോലെ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എന്നെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും പേരെ കാണാൻ പറ്റിയതിൽ സന്തോഷം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇനി നമ്മളുടെ ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് ആ ഒരു ഇനോഗ്രേഷൻ സെറിമണിക്ക് എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യണേ. എല്ലാവരും ഇനോഗ്രേഷൻ സെറിമണിക്ക് വേണ്ടി നമ്മളുടെ ഫ്ലോറിലേക്ക് ചെല്ലണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു സ്പേസ് ഒരുക്കി കൊടുത്ത് നമുക്ക് ഇനോഗ്രേഷൻ സെറിമണിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങളുടെ മത്സരം എൻ്റെ ഹസ്ബൻഡ് ഇല്ല ആദിച്ചു.
അറിയാവുന്ന ഒരാളാണ് ശ്രീമോൾ ചേച്ചി. അപ്പോൾ ബിയോണ്ട് സിൽക്കിൻ്റെ ഒരു രണ്ടാമത്തെ ഷോറൂമാണിത്. ഇനിയും ഒരുപാട് ഉയർച്ചയിലെത്തുന്നതിന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ഫസ്റ്റ് വെച്ചൊരു ഷോ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ ഗസ്റ്റായിരുന്നു. എനിക്ക് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ ന്യൂ ഇയറിനായിരുന്നു. അന്നേരം കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ സോ എല്ലാവരും നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? സോ നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ നമുക്കിനി കണ്ടെത്തട്ടെ ആരൊക്കെയാണ് ആ 25 ലക്കി ആയിട്ടുള്ള പേഴ്സൺസ് എന്ന്. സോ യെസ് ഹണിറോസ്, ഇനി നമുക്ക് ആ ഒരു നറുക്കെടുപ്പിലേക്ക് കടക്കാം. സോ യെസ്, ലക്കി ഡ്രോ ഇനി എടുക്കാൻ പോവാണ്. സോ ഫസ്റ്റ് വൺ ആരാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഐശ്വര്യ ആണ്. സോ ഏത് ഐശ്വര്യ ആണ്? ഏത് ഐശ്വര്യ ആയിരിക്കും? ഓക്കെ, ഫസ്റ്റ് ഐശ്വര്യ ആണ്. ആൻഡ് സെക്കൻഡ് വൺ അതുല്യ. അതുല്യ ഇവിടെ ഉണ്ടോ? ഓക്കെ, നമ്മളുടെ ഇൻസ്റ്റാ വഴി തിരഞ്ഞെടുത്തതാണ്. സോ ഐശ്വര്യം അതുല്യമാണ് ആദ്യത്തെ ആ 2 പേര്. ആൻഡ് മൂന്നാമത്തത് അശ്വിനിയാണ്. അശ്വിനി. സോ നെക്സ്റ്റ് ആതിര അമ്മൂസ്. ആതിര അമ്മൂസ് ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് എത്താം. ബിയോണ്ട് ലുക്സിന്റെ ഈ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള മേക്കപ്പ് സ്റ്റുഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ യെസ്, അപ്പോൾ സൂര്യ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്ലീസ് കം ഓൺ ടു സ്റ്റേജ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഹണിറോസ്, ഐശ്വര്യ ആൻഡ് അവർ ഡിജിൻ സർ. എല്ലാവർക്കും